ത്തിന്റെ തടം തല്ലിയാ തൊടുകുമ്പോ ധാരാളം ആളുകൾ ഉമറിനെ സമാശ്വസിപ്പിക്കാനെത്തി. ആ സമയത്തൊരു യുവാവ് വന്നിട്ട് പറഞ്ഞു, ഉമറേ അബ്ശിറാ അമീറുൽ മുഅ്മിനീൻ ബിബുശ്റാ ലക മിൻ സുഹബത്തി റസൂലില്ലാഹ്. ഓ അമീറുൽ മുഅ്മിനീൻ, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോ നിങ്ങൾ വ്യസനിക്കണ്ട അമീറുൽ മുഅ്മിനീൻ. നിങ്ങൾ ഒരു സമയത്ത് ധാർമ്മികതയില്ലാത്തവനായിരുന്നു. ഹബീബായ നബിയുടെ അടുക്കലേക്ക് വന്നു. തുമ്മ വല്ലൈത, നിങ്ങളുടെ നാടിന്റെ ഭരണാധികാരിയായി. തുമ്മ അദ്ദൽത, എന്നിട്ട് നീതിയോടെ നിങ്ങളുടെ നാടിനെ ഭരിച്ചു. തുമ്മ ശഹാദ, പിന്നെ ഇതാ ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടി ഷഹീദായി കിടക്കുകയാ. ഖലീഫയെ സമാശ്വസിപ്പിക്കുകയാണ് പ്രജകൾ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പോകാൻ തോന്നുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു കുട്ടൽമാല വെളിയിലോട്ട് ചാടി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയാ. ഈ മനുഷ്യന്റെ വാക്ക് കേട്ട് കണ്ണു തുറക്കുമ്പോ ആ മനുഷ്യൻ പോകാൻ വേണ്ടി തിരിഞ്ഞു. ഫലമ്മാദുബറ, അയാള് പോകാൻ തിരിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മങ്ങിയ കണ്ണ് കാണുന്ന കാഴ്ച, ഫൈദാ ഇസാറുഹു യമുസ്സല്ലറല്ലാ, തന്നെ സമാശ്വസിപ്പിക്കാമെന്ന യുവാവിന്റെ വസ്ത്രങ്ങളെ കണങ്കാലിന്റെ താഴെ കിടക്കുകയാ. ഒരു ഹറാമാണല്ലോ റബ്ബേ, നിസ്സാരമായ കാര്യമാണല്ലോ റബ്ബേ. ഇത് കണ്ട ഉമറിന്റെ മനസ്സിൽ തോന്നുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് വരികയാ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദി വഇല്ലം യസ്തതിഫ ബിലിസാനി വഇല്ലം യസ്തതിഫ ബിഖൽബി വലൈസ വറാ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിനൽ ഈമാൻ. ഒരു വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ അവൻ കൈകൊണ്ട് തടയണം. ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ വെറുക്കപ്പെട്ട കാര്യം നടക്കുകയാ. കുട്ടൽമാല വെളിയിലോട്ട് ചാടി കിടക്കുകയാ. ഉമർ റളിയല്ലാഹു തആല ഇടത്തെ കൈ കൊണ്ട് തന്റെ കുടൽമാലകൾ തന്റെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് രക്തം നിണ്ട് കിടക്കുന്ന വലത്തെ കൈ മണ്ണിൽ മുത്തൂത്തിയിട്ട് ഉമർ റളിയല്ലാഹു തആല മെല്ലെ വേച്ച് നേട്ടു. സഹാബത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അയ്യുൽ ഫത്താഹ് ഹലുമ്മാ, ഏ യുവാവേ ഇവിടേക്ക് വാ. ആ യുവാവ് അവിടേക്ക് വന്നു. ഇടത്തെ കൈ കൊണ്ടവന്റെ ചുമലിലേക്ക് ചാരി നിന്നിട്ട് ആ സമയത്ത് പറഞ്ഞു, യുവാവേ ഇർഫഇ തൗബക, നിന്റെ വസ്ത്രമൊന്ന് പൊക്കി ഉടുക്കണേ മോനെ. ഫഇന്നഹു അത്കാലി റബ്ബിക വഅബ്കാലി തൗബിക, അത് നിന്റെ റബ്ബിന് വല്ലാത്ത ഇഷ്ടപ്പെട്ടടാ. നിന്റെ വസ്ത്രം ഈട് വെക്കാനും കാരണമാ. വസ്ത്രാഞ്ചലങ്ങൾ പോലും രക്തത്തിൽ കടന്ന് കുട്ടൽമാല വെളിയിലോട്ട് ചാടി മരണസന്നനായി കിടക്കുമ്പോ ഒരു തിന്മ കണ്ടപ്പോ തടുത്തതാരാ? തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ 5 പെൺമക്കളെ കയ്യിൽ പിടിച്ച് പാറക്കെട്ടിലെറിഞ്ഞ ഖത്താബിന്റെ മകൻ ഉമറാണ്. അവസാനം പടയുന്ന സമയം, ലോകത്തിന്റെ വിട പറയുന്ന സമയത്ത് പോലും ഒരു നന്മകൾ ചെയ്തിട്ട് വിട പറഞ്ഞിട്ട് കുട്ടൽമാല വെളിയിലോട്ട് ചാടി കിടക്കുകയാ. വായിലൂടെ ഒരു ഗ്ലാസ് വെള്ളം അകത്തേക്ക് കുടിച്ചാൽ ആ വെള്ളം മുഴുവനും മുറിപ്പാടിലൂടെ വെളിയിലോട്ട് പോകുന്ന അവസ്ഥയിൽ മൃതപ്രായനായി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന തന്റെ മകന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ആ സമയത്ത് ബോധം വന്ന് വീഴുമ്പോ ഉമർ റളിയല്ലാഹു തആല വിറച്ചുവത്രേ. ഏ മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, നിന്റെ ഉപ്പാടെ ശിരസ്സെടുത്ത് മണ്ണിന് വെക്കടാ. നിന്റെ ഉപ്പാന്റെ ശിരസ് ഞാൻ മരിക്കാൻ പോവുകയാ. ഇത് മടിയിൽ വെക്കേണ്ട ശിരസല്ല, ഇത് കാട്ടാളന്റെ ശിരസാണ്. ഉമർ തമ്മാടിയായിരുന്നു. ഉമർ അത്ര വലിയ ആളൊന്നുമല്ല. അത് കണ്ട് എന്റെ തലയെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുമോനെ. മണ്ണിൽ കിടന്ന് നിസ്സാരക്കാരനായി ഉമർ മരിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, മോനെ എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കരുത്. ഉമറുടെ ഏറ്റവും ലാളിത്യത്തോടെ കുളിപ്പിക്കാവൂ. പൊന്നുമക്കൾ കരഞ്ഞുപോയി. ആ സമയത്ത് താഴെ കിടക്കുന്ന ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലയെടുത്തിട്ട് കരയാൻ തുടങ്ങി. അല്ലാഹുവേ യാ ലൈതനീ കുന്തു മിഥില ഹാദാ, റബ്ബേ ഞാൻ ഇതുപോലൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ. മരിക്കാൻ നേരത്ത് കഴിഞ്ഞ കാലത്തിന്റെ പാപങ്ങൾ ഓർമ്മ വന്നപ്പോ പിന്നെ ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. യാ ലൈതനീ കുന്തു മിഥില ഹാദാ, ഞാനൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ. യാ ലൈതനീ ലം തരിദിനി ഉമ്മീ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ. ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് വരികയാണ്. ഞാൻ എന്റെ റബ്ബിനോട് എന്ത് സമാധാനമാണ് പറയുക? ആരാ ഇത് പറയുന്നത്? അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന,
നാളെ സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്നത് ഞാനാണ്. എന്റെ വലതു ഭാഗത്ത് അബൂബക്കറുണ്ട്, എന്റെ ഇടതു ഭാഗത്ത് എന്റെ ഉമറുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരം കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ അപരാധങ്ങൾ ഓർത്ത് ഒരീത്തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഉമർ റളിയല്ലാഹു തആല അൻഹു. പക്ഷെ ആ മനുഷ്യൻ അപ്പോഴും ഉറപ്പുണ്ട്, നാളെ ഹബീബായ നബി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുമ്പോൾ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. എന്നിട്ടും എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ഉമർ നമുക്ക് മാതൃകയാകട്ടെ റളിയല്ലാഹു തആല അൻഹു. ഉമർ നമുക്ക് മാതൃകയാകട്ടെ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനത്തെ ഒരു കൺക്ലൂഷൻ ഞാൻ തരികയാണ്. എൻ്റെ ധാരാളം കൂട്ടുകാർ, സഹപാഠികൾ, സഹയാത്രികൾ, എൻ്റെ കൂടെ പഠിച്ചവർ, കാരണവന്മാർ, എൻ്റെ സ്വന്തം നാട്ടുകാർ, നമ്മൾ ഈ ഒരേ ഭൂമിയിൽ ജനിച്ചു വളർന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയുസ്സിൽ എത്ര കഴിഞ്ഞുപോയി? 36 വർഷം എനിക്ക് കഴിഞ്ഞു. ഇനി എൻ്റെ സഹപാഠികൾ, എന്നെ സ്നേഹിക്കുന്നവർ, ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ജീവിതത്തിൽ പെടാപ്പാടുപെടുന്നവർ, പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ ഇവിടേക്ക് വന്നവർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വയസ്സ് 36 കഴിഞ്ഞു, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞവരുണ്ട്, 70 കഴിഞ്ഞവരുമുണ്ട്. എല്ലാവരുടെയും പ്രായങ്ങളൊക്കെ മാറി, തലമുടിയൊക്കെ നരച്ചു. ഇതൊന്നും വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല, പ്രായമായിട്ട് നരച്ചതാണ്. വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ലോ, പ്രായമായിട്ട് നരച്ചതാണ്. എൻ്റെയും ജരാനരകൾ ബാധിക്കാൻ തുടങ്ങി. ഇത് വെയിൽ കൊണ്ടിട്ട് നരച്ചതല്ല, ഇത് പ്രായം കൊണ്ട് നരച്ചതാണ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കാവാൻ കഴിയണ്ടേ? 30 കഴിഞ്ഞവരുണ്ട്, 35 കഴിഞ്ഞവരുണ്ട്. ഇപ്പം എല്ലാവരെയും താടിയൊക്കെ നരച്ചു. ഞാൻ നേരത്തെ കാണുന്ന ആളുകളൊന്നും അല്ല ഇന്ന്, നിങ്ങൾ കണ്ട ആളുമല്ല ഞാൻ. കാലം നമ്മുടെ ശരീരത്തിൽ ഒത്തിരി കൊത്തുപണികളൊക്കെ നടത്തി. ചിലയിടത്ത് കുഴിയുണ്ടായി, ചിലയിടത്ത് കുണ്ടാലായി, ചില സ്ഥലത്ത് പല്ലുകൾ കൊഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല 45 വയസ്സാകുമ്പോഴേ പല്ല് കൊഴിയാൻ തുടങ്ങും. അത് അല്ലാഹുടെ ഒരു തദ്ബീറാണ്. ഇനി നീ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ ആമാശയത്തിന്റെ ദഹനശക്തി കുറഞ്ഞു. ആമാശയത്തിന് ദഹനശക്തി കുറയുമ്പോഴാണ് 45 വയസ്സാകുമ്പോൾ അല്ലാഹു ആദ്യത്തെ പല്ല് കൊഴിപ്പിക്കുന്നത്. പല്ല് കൊഴിപ്പിക്കുന്നതിന് അല്ലാഹുടെ ഒരു തദ്ബീറാണ്, അല്ലാഹുടെ ഒരു വ്യവസ്ഥയാണത്. ഇനി നീ എല്ലാ പല്ലും വെച്ച് ഇറച്ചി തിന്നണമാതിരി തിന്നാൽ ആമാശയത്തിന് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് പല്ല് ഓരോന്നായിട്ട് കൊഴിക്കും. നമ്മൾ വെപ്പൂല് വെച്ചിട്ട് വീണ്ടും തിന്നും. അത് അല്ലാഹു നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ഒരു തദ്ബീറാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ ഒന്ന് ചിന്തിക്കുക. ധാരാളം സഹോദരങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ അബുദാബിയിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ ആ പ്രഭാഷണത്തിന് കൂടിയ ആൾക്കൂട്ടവും അവിടുത്തെ തിരക്കും കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജലീല്, ഹാഷിം, അവരടക്കമുള്ള മുഴുവൻ ആളുകളും, കാസിം മൗലവിയും നമ്മുടെ കരീമണ്ണൻ അടക്കമുള്ള ആളുകൾ ആ പ്രഭാഷണത്തിന് അവിടെ കേൾക്കാൻ വന്നപ്പോൾ എന്നോട് അവിടെ വെച്ച് നിങ്ങളിങ്ങനെ നാട് തോറും വാതു പറഞ്ഞിട്ട് കാഞ്ഞാറ് നാട്ടിൽ വാതു പറയാത്തത് എന്താ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തൂങ്ങിയ ഒരു തുടക്കമാണ് കഴിഞ്ഞ വർഷം നടന്നു, ഈ വർഷവും നടന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നാളെ ആഖിറത്തിൽ എനിക്കും നിങ്ങൾക്കും ഗുണകരമാകണമെങ്കിൽ കൂട്ടുകാർ നാളെ പരസ്പരം സ്വർഗത്തിലും കൂട്ടുകാരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മൾ അങ്ങനത്തെ കൂട്ടുകാരാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. പക്ഷേ ഈ 2 കുട്ടികളെ കെട്ടിച്ചു വിടുന്നതിൽ മാത്രമല്ല, വഅദ് നടത്തുന്നതിൽ മാത്രമല്ല, നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ ആരായി എന്ന് പറയാൻ കഴിയുന്നു. അതിന് കൂടുതലൊന്നും വേണ്ട, ഇവിടെ വെച്ച് മാറണം. കഴിഞ്ഞ വർഷം ഞാൻ വഅദ് പറഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരുണ്ട്. അതുപോലെ ഒന്നുകൂടിയാവാൻ, ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ കൂടുതൽ വേണമെന്നില്ല. അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്, അൽ കൈഫിയത്തു അഹ്സനു മിനൽ കമ്മിയ്യ. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് നന്നാവലാണ്. ക്വാളിറ്റി ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി. ഇംഗ്ലീഷിലാണെങ്കിൽ പറയും, അറബിയിൽ പറയും അൽ കൈഫിയത്തു അഹ്സനു മിനൽ കമ്മിയ്യ. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ഉള്ളത് നല്ലതാവട്ടെ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്വാളിറ്റി ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി. എണ്ണം കൂടുന്നതിനേക്കാൾ നല്ലത് ക്വാളിറ്റി ആവല. തമിഴിൽ പറഞ്ഞാൽ വരും, കൊഞ്ചമാണെങ്കിലും ഉരുപ്പടിതാനാവും. കൊഞ്ചമായിരുന്നാലും തമിഴിൽ ആ പഴഞ്ചൊല്ല് പറയും, കൊഞ്ചമായിരുന്നാലും ഉരുപ്പടിതാനാവണം. കുറച്ചേ ഉള്ളൂ, ഉള്ളതെന്തായിരിക്കണം? ഉരുപ്പടി. മോനെ 20 വർഷമേ ജീവിച്ചുള്ളൂ. ഇന്നൊരു കുട്ടി മരിച്ചുപോയി, 13 വയസ്സുള്ളൊരു പെൺകുട്ടി.
നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചുപോയി. ഏത് സമയത്താണ് എപ്പോഴാണ് പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് കിട്ടിയ ജീവിതം 20 വർഷം 25 വർഷം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ +2 പഠിക്കുന്ന കുട്ടികൾ വരെ ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അള്ളാഹുക്ക് നല്ല ബുദ്ധിയും